സംസ്കാരശൂന്യരായ ഭരണപക്ഷം. ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണല്ലോ. കപ്പിത്താന്റെ സംസ്കാരം എന്താണോ അതുതന്നെയല്ലേ അനുയായികൾക്കും കാണൂ. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ആശാനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രീതി അവലംബിച്ച് സഭയിൽ സ്റ്റാർ ആവാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് തോന്നുന്നു. പ്രതിപക്ഷത്തെ കളിയാക്കാൻ വേണ്ടി MLA അഴിച്ചുവിട്ടത് ഭിന്നശേഷിക്കാർക്കെതിരായ പച്ചയായ അവഹേളനമാണ്. രണ്ടു കൈയുമില്ലാത്തയാളുടെ ചന്തയിൽ ഉറുമ്പ് കയറിയാലുള്ള ഗതിയിലാണ് സർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തോ വലിയ മാസ് ഡയലോഗ് പറഞ്ഞതുപോലെ MLA സീറ്റിൽ ഇരുന്ന് ചിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇത്രയും മോശം പരാമർശം ഒരു MLA യിൽ നിന്നുണ്ടായിട്ടും അദ്ദേഹത്തെ തിരുത്താൻ സ്പീക്കർ പോലും തയ്യാറാകാതിരുന്നത് ഭരണപക്ഷത്തിന് മാത്രം ലഭിക്കുന്ന പരിരക്ഷയാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഇതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് ഇന്നലെ നിയമസഭയിൽ അരങ്ങേറിയത്. സഭ കണ്ട ഏറ്റവും വലിയ ബോഡി ഷേമിംഗ് പരാമർശം നടത്തിയത് മറ്റാരുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രതിപക്ഷ MLA യുടെ ഉയരക്കുറവിനെ പരിഹസിച്ചുകൊണ്ട് 8 അട്ടിവെച്ച പോലെ ഒരാൾ എന്ന മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സംസ്ഥാനത്തെ ഇടതു പ്രസ്ഥാനത്തിന്റെ നിലവാരം എവിടെ എത്തിയെന്ന് കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചു. ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾക്ക് മാത്രമുള്ളതാണോ നിയമസഭ? പുതുതായി നിയമസഭയിലേക്ക് എടുക്കേണ്ടവരുടെ അളവ് കൂടി ഇനി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം എന്ന് നജീബ് കാന്തപുരം MLA തുറന്നടിച്ചു. ഈ ഇരട്ടത്താപ്പിനെയാണ് കോൺഗ്രസ് നേതാക്കൾ സൈബറിടത്തിൽ ചോദ്യം ചെയ്തത്. അയ്യപ്പന്റെ പൊന്നുകെട്ട പങ്ക് പറ്റിയ CITU സാംസ്കാരിക തൊഴിലാളികൾക്കും നിഷ്പക്ഷർ എന്ന മുഖംമൂടി അണിഞ്ഞ ഈ പൗരപ്രമുഖർക്കും ഒന്നും ഈ ധാർമ്മിക രോഷം കാണാൻ സമയമില്ല. ഇത് പ്രതിപക്ഷം പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ പുകിൽ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഇവിടെ പ്രസക്തമാണ്. മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിനെതിരെയും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ VD സതീശൻ ഈ വിഷയങ്ങൾ ശക്തമായി ഉയർത്തി. മന്ത്രിമാർ വായിൽ തോന്നിയത് പറഞ്ഞപ്പോൾ സ്പീക്കർ നിഷ്പക്ഷമായല്ല പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. സ്വർണം ചെമ്പാക്കിയ LDF രാസവിദ്യ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വിറ്റ സംഭവത്തിൽ കൂട്ടുനിന്നവർക്കെതിരെ നടപടി വേണമെന്നും ദേവസ്വം മന്ത്രി ഉടൻ രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷം സമരവുമായി മുന്നോട്ട് പോകുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തെ നേരിടാൻ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ചതിനും പ്രതിഷേധം തടസ്സപ്പെടുത്തിയതിനും പിന്നാലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഗുണ്ടായസം കാണിക്കുകയാണെന്ന് പറഞ്ഞ് ഭരണപക്ഷം ഒച്ചപ്പാടുണ്ടാക്കി. നിയമസഭയുടെ അന്തസ്സ് കെടുത്തുന്ന ഇത്തരം വ്യക്തിഹത്യകൾക്ക് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും മറുപടി പറയേണ്ടി വരും.